വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റണൽ ലവ് എന്ന ഡ്രാമയുടെ 16ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷെൻകുമാറിന് ബോധം വന്നിട്ടും കുമാരി അദ്ദേഹത്തെ കാണാൻ പോകുന്നില്ലെന്ന് തോഴി പ്രിൻസസ് യൂനിനോട് ചോദിക്കുന്നു. ടാൻഡർ എന്തൊക്കെയാണ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹത്തെ പോയി കാണാനുള്ള ധൈര്യമില്ല എന്നൊക്കെ യൂൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷെങ് അങ്ങോട്ട് വരുന്നു. ടാനർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ ഇല്ലയോ എന്ന് വ്യക്തമല്ലാതിരുന്നതിനാൽ യൂൻ സംശയിച്ചാണ് ഷെങ്ങിനോട് സംസാരിച്ചത്. അവൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദൂരദേശത്ത് നിന്ന് വരുത്തിയ ദൈവത്തിൻ്റെ പ്രതിമ അവന് സമ്മാനമായി കൊടുക്കാൻ തുടങ്ങിയെങ്കിലും അവന് സ്വീകരിക്കാതെ ടാനറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. കുമാറിന് നല്ലതിന് വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് യൂൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അവനത് മൈൻഡ് ചെയ്യാതെ പോകുന്നു. യൂൻ ഉടൻ തന്നെ മുത്തശ്ശിയെ കണ്ട് ഷെങ് തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ ദേഷ്യം മാറ്റാൻ സഹായിക്കണമെന്നും അപേക്ഷിക്കുന്നു. ഈ സംഭവത്തിൽ നിനക്കും പങ്കാളിത്തം ഉള്ളതുകൊണ്ട് എനിക്ക് ഷെങ്ങിനോട് നേരിട്ടൊന്നും പറയാൻ കഴിയില്ല. അവനിപ്പോൾ ടാനറുടെ ജീവനാണ്. അവനോട് അടുക്കണമെങ്കിൽ ആദ്യം ടാനറുമായി നീ നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്ന് മുത്തശ്ശി അവളെ ഉപദേശിക്കുന്നു. കുമാരൻ ടാനറെ കാണാൻ എന്നെ അനുവദിക്കില്ല, അതുകൊണ്ട് ക്ഷമ പറയണമെങ്കിലും എനിക്ക് അതിനുള്ള അവസരമില്ല എന്ന് യൂൻ പറഞ്ഞപ്പോൾ പറ്റിയൊരു അവസരം അടുത്ത് തന്നെ ഞാനായിട്ട് ഉണ്ടാക്കിത്തരാൻ ശ്രമിക്കാം. ഞാനൊരു വിരുന്നിനായി എല്ലാവരെയും ഇങ്ങോട്ട് വിളിപ്പിക്കാം. ആ അവസരത്തിൽ നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. ഇത്തവണ നമുക്ക് ടാനറെ ജയിക്കാൻ അനുവദിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് രാജമാതാവ് അവളെ തിരിച്ചയക്കുന്നു. യൂൻ പോയി കഴിഞ്ഞപ്പോൾ രാജമാതാവ് തൻ്റെ വിശ്വസ്ത സേവകനോട് നീ അന്നത്തെ തെളിവെല്ലാം പൂർണ്ണമായി നശിപ്പിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാം ഞാൻ കൃത്യമായി തന്നെ ചെയ്തു, ആർക്കും ഒരു സംശയം പോലും ഉണ്ടാകില്ല എന്ന് അയാൾ മറുപടി പറയുന്നു. അന്നത്തെ ആക്രമണം ശരിക്കും രാജമാതാവിൻ്റെ പ്ലാനിംഗ് ആയിരുന്നു എന്ന് വേണം പറയാൻ. യൂന് ടാനറോട് വെറുപ്പാണെന്ന് പാനറെ അറിയിക്കാൻ അവർ മനഃപൂർവ്വം ഒരു അവസരം ഉണ്ടാക്കിയതാണ്. പാനർ യൂനിൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ച് അവളെ കൊണ്ട് ടാനറെ കൊല്ലാൻ പ്രേരിപ്പിക്കും അവർക്കറിയാമായിരുന്നു. അന്ന് ആക്രമണം നടന്ന സ്ഥലത്ത് പാനർ ഏർപ്പെടുത്തിയ രഹസ്യ കൊലയാളികളെ കൂടാതെ രാജമാതാവിൻ്റെ വിശ്വസ്ത സേവകൻ ടാനറെ കൊല്ലാനായി ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ടാനറെ കൊന്നിട്ട് ഒരു രാജകുമാരനെ ആക്രമിച്ചതിൻ്റെ കുറ്റം പാനറുടെയും കുടുംബത്തിനെയും തലയിൽ ചുമത്തി അവളുടെ കുടുംബത്തെ മൊത്തത്തിൽ നശിപ്പിച്ച് ഷെങ്ങിന് സിംഹാസനം നേടിക്കൊടുക്കുകയായിരുന്നു രാജമാതാവിൻ്റെ പദ്ധതി. പക്ഷേ ഷെങ്ങിന് പരിക്കേറ്റതോടെ അവരുടെ പദ്ധതി മൊത്തം പൊളിഞ്ഞു. എനിക്കതിൽ പങ്കുള്ള വിവരം ഷെങ് ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് അവർ തൻ്റെ ജോലിക്കാരനോട് പറയുന്നുണ്ട്. മന്ത്രി കൊച്ചമ്മ പെട്ടെന്ന് എന്തോ അസുഖം വന്ന് മരിച്ചുവെന്നാണ് അറിഞ്ഞത്. അതിനു പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നു. ഷെങ്ങിന് മറ്റാരോ ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നുണ്ടെന്ന് തോന്നുന്നുവെന്ന് ജോലിക്കാരൻ അവരെ അറിയിക്കുന്നു. പാനറുടെ അമ്മയുടെ മരണത്തിന് കാരണക്കാരിയായതുകൊണ്ട് അവൾക്ക് ഇപ്പോൾ ടാനറോട് ഒന്നുകൂടി ദേഷ്യമായി കാണും. ഇപ്പോൾ ടാനറെ ഇല്ലാതാക്കാനോ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും പാനർ തന്നെ എന്തെങ്കിലും ചെയ്തുകൊള്ളും. അതിൻ്റെ അവസരം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. പടിഞ്ഞാറൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ വൈൻ ഉപയോഗിക്കാൻ പറ്റിയ സന്ദർഭമാണിത്. അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു വൈൻ പാർട്ടി റെഡിയാക്കാൻ രാജമാതാവ് ജോലിക്കാരന് നിർദ്ദേശം നൽകുന്നു. അതനുസരിച്ച് അടുത്ത് തന്നെ വിരുന്നിനായി മന്ത്രിയും ഷെങ്ങും ടാനറും ഷുവാനും ഈഹുവായും പാനറും യൂനും എല്ലാം അവിടെ ഒത്തുകൂടുന്നു. രാജമാതാവ് ഷെങ്ങിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് തിരക്കിയിട്ട് യൂനിനോട് ഷെങ്ങിന് നന്നായി ശ്രദ്ധിച്ചോളണമെന്നും ടാനർ പറയുന്നത് അനുസരിക്കണമെന്നൊക്കെ പറയുന്നു. ടാന് നല്ല ദേഷ്യം വരുന്ന കണ്ട് ഷെങ് ഒരു പുഞ്ചിരിയോടെ അവളുടെ കയ്യിൽ തട്ടി സമാധാനിപ്പിക്കുന്നുണ്ട്. ടാനിന് വൈൻ ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാത്രം കാലിയായതിനാൽ ജോലിക്കാരി വൈൻ എടുക്കാനായി പുറത്തേക്ക് പോകുന്നു. അവൾ തിരികെ വരുന്ന അവസരം നോക്കി പുറത്തിറങ്ങിയ പാനർ മനഃപൂർവ്വം അവൾക്കെതിരായി ചെന്ന് അവളുടെ ദേഹത്ത് തട്ടി താഴേക്ക് മറിഞ്ഞു വീണിട്ട് നോക്കി നടക്കാത്ത എന്താണ് എന്ന് ചോദിച്ച് വേലക്കാരി കുറ്റപ്പെടുത്തുന്നു. അവൾ പേടിച്ച് കുറച്ചുകൊണ്ട് ക്ഷമ പറഞ്ഞപ്പോൾ വൈൻ പാത്രം ഇവിടെ വെച്ചിട്ട് എൻ്റെ കാലിൽ പുരട്ടാൻ പറ്റി എന്തെങ്കിലും മരുന്നെടുത്ത് കൊണ്ടുവരാൻ പാനർ അവളെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നു. അവൾ മരുന്നെടുക്കാൻ പോയ തക്കത്തിന് കയ്യിൽ കരുതിൻ്റെ വിഷം പാനർ വൈനിൽ ചേർത്തിട്ട് എഴുന്നേറ്റ് തിരികെ ഈഹുവായുടെ അടുത്ത് വന്നിരിക്കുന്നു. ജോലിക്കാരി വൈനുമായി തിരികെ വന്നപ്പോൾ പാനർ തൻ്റെ മുന്നിലുണ്ടായിരുന്ന വൈൻ പാത്രം എടുത്തുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് കണ്ട് എന്താണ് നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ച് ഈഹുവായി അവളെ തടഞ്ഞെങ്കിലും ഞാൻ എൻ്റെ അനിയത്തിയുമായുള്ള പിണക്കം തീർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞവൾ എഴുന്നേറ്റ് പോകുന്നു. ടാനർക്ക് മുന്നിൽ ചെന്ന് നിന്ന് നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അതൊക്കെ തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഇനിയെങ്കിലും നീയുമായി ഒരു നല്ല ബന്ധമുണ്ടാക്കി മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഈ വൈൻ കുടിക്കാം എന്ന് പറഞ്ഞ് ചിയേഴ്സ് നൽകാൻ വേണ്ടി ടാൻ്റെ പാത്രത്തിൽ വൈൻ ഒഴിക്കാൻ ജോലിക്കാരോട് പറയുന്നു. പാനറുടെ പെട്ടെന്നുള്ള ഈ മനമാറ്റം ടാൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നുണ്ട്. വിഷം കലർത്തിയ വൈൻ ജോലിക്കാരി അവളുടെ പാത്രത്തിൽ ഒഴിച്ചിട്ടും അവൾ എടുക്കാൻ തയ്യാറാകാതെ സംശയിച്ചിരിക്കുന്ന കണ്ട് നീ എന്നോട് ക്ഷമിക്കാൻ തയ്യാറില്ലെന്ന് പാനർ ചോദിക്കുന്നു. ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് ക്ഷമിക്കാതിരിക്കുന്നത്? പക്ഷേ ഇന്നെനിക്ക് രാവിലെ മുതൽ നല്ല സുഖമില്ല, വൈൻ കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് വേണ്ടി ചേച്ചി തന്നെ ഇതും തന്നെ കുടിച്ചോളൂ എന്ന് ടാൻ പറയുന്നു. ഇത് വെറും ഒരു കപ്പ് വൈനല്ലേ, ഇത് കുടിച്ചെന്ന് കരുതി ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പാനർ അവളെ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ടാനർക്ക് ഇന്ന് സുഖമില്ല, വെറുതെ അവളെ ഫോഴ്സ് ചെയ്യേണ്ട എന്ന് ഷെങ്ങും പറയുന്നു. ഈ സമയത്താണ് പാവം യൂൻ്റെ മനസ്സിൽ മുത്തശ്ശി ഇന്നീ അവസരം ഉണ്ടാക്കിയത് എനിക്കും ടാനറോടുള്ള പിണക്കം തീർക്കാൻ വേണ്ടിയില്ലേ, അതുകൊണ്ട് ഞാൻ അവളെ സഹായിച്ചാലോ, മാത്രമല്ല ഞാനങ്ങനെ ചെയ്താൽ ഷെങ്ങും എന്നെ സ്നേഹത്തോടെ കാണാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച് എഴുന്നേറ്റ് വന്ന് ആരെങ്കിലും തടയുന്നതിന് മുമ്പ് ആ വൈൻ എടുത്ത് കുടിക്കുന്നു. ടാനും പാനറും ഒരുപോലെ ഞെട്ടുന്നുണ്ട്. വൈൻ കുടിച്ചു കഴിഞ്ഞ് ടാൻ ഇനിയെങ്കിലും എന്നോട് ക്ഷമിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നവൾ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവളുടെ ഉള്ളിൽ വിഷം പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. വായിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുകയും അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഷെങ് ഓടിച്ചെന്ന് അവളെ മടിയിലേക്ക് കിടത്തുന്നുണ്ട്. എന്തായാലും ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മടിയിലേക്ക് വീഴുന്നു. കൊട്ടാരം വൈദ്യനെ വിളിപ്പിക്കാൻ രാജമാതാവ് പറഞ്ഞെങ്കിലും ഷെങ് അവളുടെ പൾസ് നോക്കിയിട്ട് അതിൻ്റെ ആവശ്യം വരില്ല, അവൾ മരിച്ചു കഴിഞ്ഞു എന്നറിയിക്കുന്നു. രാജമാതാവ് സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങുന്നു. ടാനറുടെ വൈൻ കുടിച്ചതാണ് യൂൻ മരിക്കാൻ കാരണമെന്ന് പറഞ്ഞ് ടാനറെ ശിക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അതിൽ തൊട്ടതുപോലുമില്ല. മാത്രമല്ല എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ അവൾ അവിടെ നിന്ന് എങ്ങോട്ട് പോയതുമില്ല. പിന്നെ അങ്ങനെ അവളുടെ തെറ്റാകും. ഒന്നുകൂടി നന്നായി ആലോചിക്കണമെന്ന് ഷെങ് അപേക്ഷിക്കുന്നു.
ഷുവാനും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. വൈനിൽ വിഷം കലർന്നതാണ് മരണകാരണമെന്ന് പരിശോധനയിൽ മനസ്സിലാകുന്നതിനാൽ വൈൻ കൊണ്ടുവന്ന ജോലിക്കാരി വിഷം കലർത്തിയതാണ് എന്ന് കരുതി അവളെ ശിക്ഷിക്കാനായി പിടിച്ചപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും വൈൻ എടുക്കാൻ പോയപ്പോൾ പാനറുമായി കൂട്ടിയിടിച്ചതും മരുന്നെടുക്കാൻ പറഞ്ഞു വിട്ടതും തിരിച്ചു വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ലായിരുന്നുവൊക്കെ ആ ജോലിക്കാരി കരഞ്ഞുകൊണ്ട് പറയുന്നു. സംശയം പാനർക്ക് നേരെയാവുന്നു. പക്ഷേ വെറും ഒരു ജോലിക്കാരിയുടെ വാക്ക് കേട്ട് എന്നെ സംശയിക്കരുതെന്ന് പറഞ്ഞ് പാനർ എതിർക്കുന്നു. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് മന്ത്രിയും പാനർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. പക്ഷേ ഷെങ് വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ യൂൻ എൻ്റെ ഭാര്യയാണ്, അവർക്ക് വിഷം നൽകിയത് ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വിഷം കലർത്തിയത് ആരാണ് എന്നറിയാൻ ജോലിക്കാരിയെയും പാനറേയും പരിശോധിച്ചാൽ മതിയാക്കും. കലർത്തിയ ആളിൻ്റെ കയ്യിൽ തന്നെ വിഷം കാണാൻ സാധ്യതയുണ്ടെന്ന് ഷെങ് പറയുന്നു. അതനുസരിച്ച് അവർ ഉടൻ തന്നെ ജോലിക്കാരിയെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. തൊട്ടുപുറകെ തന്നെ പാനറെ പരിശോധിക്കുന്നു. അവളുടെ വസ്ത്രത്തിനുള്ളിൽ നിന്ന് വിഷം കണ്ടെടുക്കുകയും ചെയ്യുന്നു. അതേ വിഷം തന്നെയാണ് യൂവിൻ്റെ മരണകാരണം എന്ന് ജോലിക്കാരൻ രാജമാതാവിനെ അറിയിക്കുന്നു. അതോടെ പാനർ തെറ്റ് സമ്മതിക്കുന്ന പോലെ മുട്ടുകുത്തി നിലത്തേക്ക് ഇരിക്കുന്നു. മന്ത്രി അവളോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈഹുവായിയെ നോക്കി പാനർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ പറയുന്നു. പക്ഷേ അവൾ ഇത്ര മോശപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ട് ഒരിക്കലും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യില്ല. അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ നൽകാൻ ഈഹുവായി രാജമാതാവിനോട് പറയുന്നു. പാനറെ തടവിലാക്കാൻ രാജമാതാവ് കൽപ്പിക്കുന്നു. അവളെ കാണാൻ ആരെയും അനുവദിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു. മകളെ രക്ഷിക്കാനായി മന്ത്രി യുവരാജാവിനെ കണ്ട് ഇത്ര നാളും ഞാൻ അങ്ങയുടെ വിശ്വസ്തനായി കൂടെ തന്നെ നിന്നല്ലേ, എന്നോട് പ്രത്യുപകാരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് കണക്കിലെടുത്തെങ്കിലും അവളെ രക്ഷിക്കണം എന്നപേക്ഷിക്കുന്നു. പക്ഷേ ടാനറെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് അവളോടുണ്ടായിരുന്ന അവസാന ഫീലിംഗും എനിക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല കൊല്ലപ്പെട്ടിരിക്കുന്ന രാജമാതാവിന് വളരെയധികം പ്രിയപ്പെട്ട കുമാരിയാണ്. ഞാനെന്നല്ല, രാജാവ് വിചാരിച്ചാൽ പോലും പാനറെ രക്ഷിക്കാൻ കഴിയില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈഹുവായി അദ്ദേഹത്തെ കൈയൊഴിയുന്നു. മറ്റു മാർഗമൊന്നുമില്ലാതെ അവസാന ശ്രമമെന്നോണം മന്ത്രി ടാനറെ പോയി കണ്ട് നിന്റെ സഹോദരിയോട് ക്ഷമിച്ച് അവളെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവൾ ഒരിക്കലും എന്നെ സഹോദരിയായി കണ്ടിട്ടില്ല, കണ്ടിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കില്ലായിരുന്നു. ഞാനാണ് അവൾ ചെയ്ത ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ അച്ഛൻ എനിക്ക് വേണ്ടി ഇങ്ങനെ അപേക്ഷിക്കുമായിരുന്നു എന്ന് ചോദിച്ച് ടാൻ എതിർക്കുന്നു. എൻ്റെ കുടുംബം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്, പാരമ്പര്യം നിലനിർത്താൻ എനിക്ക് പാനറെ രക്ഷിച്ചേ മതിയാകൂ, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അപേക്ഷിക്കുന്നു. ടാൻ വേഗം അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് യുവരാജാവിന് പോലും ഈ അവസരത്തിൽ അവളെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സഹായിക്കാനാണ് എന്ന് അവൾ ചോദിക്കുന്നു. ഷെങ്ങിന് തീർച്ചയായും സഹായിക്കാൻ കഴിയും, കുമാരൻ പറഞ്ഞാൽ രാജമാതാവ് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഷെങ്ങിന് അവളെ വെട്ടിക്കീറി തുണ്ടമാക്കാനുള്ള ദേഷ്യമുണ്ട്. അദ്ദേഹം ഒരിക്കലും ഇതിൽ ഇടപെടാൻ തയ്യാറാവില്ല എന്ന് ടാനർ പറയുന്നു. ഷെങ്ങിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് പാനറെ രക്ഷിച്ചാൽ നമ്മുടെ പാരമ്പര്യ സ്വത്തായ സോൾ സപ്രസിംഗ് ഓർബ് നിനക്ക് തരാൻ ഞാൻ തയ്യാറാണ് എന്ന് മന്ത്രി പറയുന്നു. അത് കേട്ടപ്പോൾ തനിക്ക് തൻ്റെ ലോകത്തേക്ക് മടങ്ങണമെങ്കിൽ ആ ഓർബ് വേണമെന്ന് സന്യാസി പറഞ്ഞത് അവൾക്ക് ഓർമ്മ വരുന്നതിനാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ മന്ത്രിയെ തൽക്കാലം പറഞ്ഞയക്കുന്നു. ടാൻ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുന്നുണ്ട്. ടാനർ ഉണർന്ന് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എത്ര ദുഷ്ടയാണെങ്കിലും എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലും എൻ്റെ സ്വന്തം സഹോദരിയല്ലേ, പാനറെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്താൻ ടാനിനോട് പറയാൻ അവൾ ജിങ്ഷനോട് ഏൽപ്പിക്കുന്നു. ജിങ്ഷൻ പറഞ്ഞ് വിവരം പറഞ്ഞ ടാൻ എത്ര കിട്ടിയാലും അവൾ പഠിക്കില്ലല്ലേ, കൊല്ലാൻ ശ്രമിച്ച ആളിനോടും ക്ഷമിക്കാനുള്ള മനസ്സ് അവൾക്കുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടെങ്കിലും എന്തെങ്കിലും വഴി ആലോചിക്കാമെന്ന് ജിങ്ഷന് ഉറപ്പ് നൽകുന്നു. ജിങ്ഷൻ അതും ടാനറെ അറിയിക്കുന്നുണ്ട്. പാനർക്ക് ശിക്ഷ വിധിക്കാനെന്നോണം അവളെ കാണാൻ തടവറയിലെത്തിയ രാജമാതാവിനോട് ഞാൻ കുമാരിയെ അപകടപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല, ടാനറായിരുന്നു എൻ്റെ ലക്ഷ്യം, കുമാരി അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. അന്ന് നീയും നിൻ്റെ അമ്മയും കൂടി ഷെങ്ങിനെ കൊല്ലാൻ കൊലയാളികളെ ഏർപ്പെടുത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണോ നീ കരുതുന്നത്? പാവ യൂനെ പറഞ്ഞു പറ്റിച്ച് അവളെ മുതലെടുത്ത് ഷെങ്ങിനെ കൊന്നിട്ട് ആ കുറ്റം അവളുടെ തലയിൽ വെക്കാനുള്ള നിൻ്റെ പദ്ധതി അന്നേ ഞാൻ അറിഞ്ഞതാണ്. ഷെങ്ങിന് നീ വരുത്തിയ അപകടം ഓർക്കുമ്പോൾ തന്നെ നിന്നെ 10,000 വട്ടം കൊന്നാൽ പോലും തീരാത്ത ദേഷ്യം എനിക്ക് നിന്നോടുണ്ട്. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നല്ലവളാകാൻ ശ്രമിക്കേണ്ട, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് രാജമാതാവ് പറയുന്നത് കേട്ട് ഞാൻ പ്രതീക്ഷ നശിച്ച് തളർന്നിരിക്കുന്നു. ആ സമയത്താണ് ഒരു കാവൽക്കാരൻ വന്ന് ഷെങ് രാജമാതാവിനെ കാണാൻ ആവശ്യപ്പെടുന്നുവെന്നറിയിക്കുന്നത്. ഈ സമയത്ത് അവൻ എന്തിനായിരിക്കും എന്നെ കാണണമെന്ന് പറയുന്നത്? എന്തായാലും നീ കുറച്ച് സമയം കൂടി കാത്തിരിക്കുക, ഇന്ന് രാത്രി നിന്നെ ഞാൻ വെട്ടി തുണ്ടമാക്കുമെന്ന് പാനറോട് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകുന്നു. അവർ അന്തപുരത്തിലേക്ക് എത്തിയപ്പോൾ ഷെങ് അക്ഷമയോടെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പാനറെ രക്ഷിക്കാനാണ് അവൻ വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയില്ല, എൻ്റെ യൂനിനെ കൊന്നവളാണ് അവൾ, മാത്രമല്ല യൂനിൻ്റെ അച്ഛനും ഞാനൊരു ഉത്തരം നൽകിയേ മതിയാകൂ എന്ന് പറഞ്ഞ് അവനോട് മടങ്ങിപ്പോയിക്കോളാൻ അവർ പറയുന്നു. പക്ഷേ മന്ത്രി ഈഹുവായിയോട് സഹായം ചോദിച്ചിട്ട് അവൻ കൈയൊഴിഞ്ഞതും അവസാന ശ്രമമെന്നോണം സഹായം ചോദിച്ച് തൻ്റെ അടുത്തേക്ക് വന്നതും പറഞ്ഞിട്ട് ഈ അവസരം നന്നായി ഉപയോഗിച്ച് പാനറെ മോചിപ്പിച്ചാൽ മന്ത്രി ഈ സിംഹാസനത്തിന് വേണ്ടി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മുടെ സഹായിയായി ഒപ്പം നിൽക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യ നിധി എനിക്ക് തരാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് എനിക്കിപ്പോഴും അറിയില്ല, പക്ഷേ യുവരാജാവ് അത് കൈക്കലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്ന് എനിക്കറിയാം. സിംഹാസനം നേടിയെടുക്കുന്നതുമായി അതിന് ബന്ധമുണ്ടായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കില്ലല്ലോ. അതെൻ്റെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് രാജാവാകാൻ കഴിഞ്ഞേക്കും എന്ന് ഷെങ് പറയുന്നു. ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ഇത്തവണത്തേക്ക് പാനറെ വിട്ടയക്കാൻ ഞാൻ തയ്യാറാണ്, രാജാവിനോട് ഞാൻ വേണ്ട വിശദീകരണം നൽകിക്കൊള്ളാം, യുവിൻ്റെ കുടുംബത്തെ ഞാൻ നേരിട്ട് പോയി കണ്ട് സമാധാനിപ്പിക്കാം എന്ന് രാജമാതാവ് സമ്മതിക്കുന്നു.
പാനറെ വിട്ടയച്ചുവെന്ന് അറിഞ്ഞ് മന്ത്രിക്ക് സമാധാനമാകുന്നു. ഷെങ് ചെയ്ത ഈ ഉപകാരത്തിന് പകരമായി വാക്ക് കൊടുത്തിരുന്ന പോലെ സോൾ സപ്രസിംഗ് ഓർബ് കൊടുക്കാമെന്ന് അയാൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും തീരുമാനിക്കുന്നു. മടങ്ങി വരുന്ന പാനറയും കത്ത് അവളുടെ തോഴി വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. ഷെങ് തന്നെ സഹായിക്കാമെന്ന് എന്താണ് കാരണമെന്ന് അവൾ തോഴിയോട് ചോദിക്കുന്നു. മന്ത്രി പാരമ്പര്യ നിധി എന്തോ നൽകാമെന്ന് സമ്മതിച്ചതും അത് നൽകാനായി പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് അത് സോൾ സപ്രസിംഗ് ഓർബ് തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാവുന്ന പാനർ അകത്തേക്ക് കയറുക പോലും ചെയ്യാതെ ഷെങ്ങിൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടുന്നു. തോഴിയും പാനറും തമ്മിലുള്ള സംസാരം മുഖംമൂടിധാരികൾ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മന്ത്രി ജോലിക്കാരെ കൊണ്ട് ചുമന്ന ഒരു പെട്ടിയുമായി ഷെങ്ങിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അവരെ പറഞ്ഞയച്ച ശേഷം അകത്തുണ്ടായിരുന്ന ജിങ്ഷനെയും ഷെങ് പറഞ്ഞയക്കുന്നു. അതിനുശേഷം ആ പെട്ടി തുറന്ന് അതിനുള്ളിലിരിക്കുന്ന മറ്റൊരു ബോക്സിനെ മാറി നിന്ന് വണങ്ങുന്നു. പിന്നീട് എഴുന്നേറ്റ് ഒരു കത്തി ഉപയോഗിച്ച് കൈവെള്ളയിൽ നിന്ന് കുറച്ച് രക്തം ആ ബോക്സിന് മുകളിൽ ഉണ്ടായിരുന്ന മുത്തിലേക്ക് ഒഴിക്കുന്നു. അതോടെ ദിവ്യശക്തി കിട്ടിയതുപോലെ ഒരു പ്രകാശം ബോക്സിന് മുകളിൽ പടരുകയും അത് തനിയെ തുറക്കുകയും ചെയ്യുന്നു. അതിനുള്ളിൽ നിന്ന് ഷെങ് മുമ്പൊരിക്കൽ കണ്ടതുപോലെയുള്ള പ്രകാശം മുറിക്കുള്ളിൽ നിറയുന്നു. അതുകൊണ്ട് ഷെങ്ങും ടാനും അമ്പരും നോക്കി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.